മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെയും അതുപോലെ ദുർഗയുടെ ഉണ്ണിയുടെയൊക്കെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും പ്രതാപനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ്റെ അമ്മയും കരുണയും ചേർന്ന് വക്കീലിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഇവർക്ക് നല്ല തിരിച്ചടി തന്നെ നമ്മുടെ SI കൊടുക്കുന്നുണ്ട്. SI കരുണയുടെ മുത്തശ്ശിയുടെ അച്ഛൻ്റെ എല്ലാ പ്രവൃത്തികളും ക്രൂരതകളും വക്കീലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഇതെൻ്റെ ജോലിയല്ലേ സാറേ, എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും സാർ അവർക്ക് ജാമ്യം തന്നെ എന്ന് പറയുമ്പം ഒരിക്കലും ഇവിടുന്ന് ജാമ്യം കിട്ടില്ല. നാളെ എന്തായാലും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ അവിടെ നിന്ന് ജാമ്യം കിട്ടുമെങ്കിൽ നിങ്ങൾ എടുത്തോ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഈ വക്കീലാണെങ്കിൽ ആകെ നിരാശയോടുകൂടി തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടി കാണാൻ ചെന്നിട്ട് പ്രതാപനോട് എങ്ങനെയുണ്ട്, ഇവിടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട അമ്മേ, ഇടയ്ക്കിടയ്ക്ക് അമ്മമാർ വരും, ഞങ്ങളെ തല്ലും, എന്തായാലും സഹിക്കുക തന്നെ, ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും കൈ ചെന്ന് വിടും, അതാലോചിക്കുമ്പോൾ ജയിലിൽ തന്നെ കിടക്കണേ നല്ലതെന്നൊക്കെ ഇങ്ങനെ പ്രതാപനും വാമദേവനും പറയുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്നാലും മോൾക്ക് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ അവസ്ഥയിൽ വരില്ലായിരുന്നല്ലോ. അത് മാത്രമല്ല, ആ മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി മോളും ജയിലിലോട്ട് പോകേണ്ടി വരും. ഇവിടെ കാണുന്ന പോലെയൊന്നും അല്ല ജയിലിലെ ജീവിതം, ഞങ്ങൾക്കൊരിക്കലും ജാമ്യം കിട്ടുമെന്നൊന്നും തോന്നണില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, വക്കീലും അങ്ങനെ തന്നെ അച്ഛാ പറഞ്ഞാൽ ജാമ്യം കിട്ടൂല, എന്തായാലും ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞ് ഇവർ പോയിട്ട് വക്കീലിനോട് സംസാരിക്കുമ്പോൾ വക്കീലാണെങ്കിൽ കുറച്ചധികം പൈസ ഇവരോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പൈസ കൊടുക്കാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും വക്കീൽ പറയുന്നുണ്ട്, പ്രതാപൻ കൊന്നതിന് ദൃക്സാക്ഷിയുണ്ട്, അതുകൊണ്ട് തന്നെ പ്രതാപന് ജാമ്യം കിട്ടൂല, വാമദേവൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാമെന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ ജാമ്യത്തിൽ ഇറക്കണമെന്ന്. എന്നിട്ട് പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോയിട്ട് കരുണയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. എന്തായാലും പിറ്റേ ദിവസം തന്നെ ഉണ്ണിയും ദുർഗയൊക്കെ ഈ കരുണയുടെ അച്ഛനാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം അറിയുന്ന ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്, അമ്മേ അയാൾ എന്നെ അന്വേഷിക്കുകയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നാളെ ആയി കഴിഞ്ഞാൽ എല്ലാവരും സത്യങ്ങൾ അറിയും, എൻ്റെ അച്ഛനാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്ന്, അതുകൊണ്ട് പിന്നെ അയാൾ എന്നെ തിരിഞ്ഞു നോക്കുകയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അയാൾ പിശുക്കനാ, എൻ്റെ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കാനൊന്നും അയാൾ തയ്യാറാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണേ നമുക്ക് ഈ കുഞ്ഞ് വേണ്ട മുത്തശ്ശീന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ, ഇപ്പം മോൾക്ക് ഈ കുഞ്ഞുണ്ടെങ്കിൽ അത് മോൾക്കൊരു ബല, എന്തായാലും അതിൻ്റെ ഒരു സഹതാപം കണ്ണനും മഹാലക്ഷ്മി മോളോട് കാണിക്കും. അതുമാത്രമല്ല, പ്രതാപൻ ചെയ്ത തെറ്റിന് എന്തായാലും മോളെയും കുഞ്ഞിനെയും അവർ തള്ളിക്കളയൂല. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, ഇപ്പം മഹാലക്ഷ്മി ആസ്പത്രിയിലല്ലേ, അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും അവളുടെ കുഞ്ഞിനെ അവൾക്ക് കിട്ടുമെന്ന് തോന്നണില്ല. അങ്ങനെ ആകുമ്പോൾ കമലേശ്വരത്ത് ആദ്യമായിട്ട് ജനിക്കാൻ പോണ കുഞ്ഞ് മോളുടെ കുഞ്ഞായിരിക്കും, ആ കുഞ്ഞിന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. ഇനി മഹാലക്ഷ്മിക്ക് ചിലപ്പോൾ ഒരു അമ്മയാവാനും പറ്റൂല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതൊന്നും നടക്കണ കാര്യമല്ല അമ്മേ, എന്തായാലും ഇനി അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അയാൾ എന്നെ ആ വീട്ടിലോട്ട് കയറ്റില്ല, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അവരെന്നെ അംഗീകരിക്കുമായിരിക്കും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണൻ മോൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും, പിന്നെ മോളുടെ ജീവിതം ജയിലിലായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി, എല്ലാം കൊണ്ടും നമ്മൾ പെട്ടല്ലോ എന്ന് പറയുമ്പം, അതുകൊണ്ടാണ് മോളെ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് കണ്ണനും മഹാലക്ഷ്മി പറയണതെല്ലാം അനുസരിച്ച് നിൽക്കാൻ. അപ്പം മോള് എടുത്തുചാട്ടം കാണിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം മുത്തശ്ശി, എനിക്ക് അന്നേരം എൻ്റെ സമനില തെറ്റിയതുപോലെയായിരുന്നു, അത്രയ്ക്കും എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോള് ചെയ്തത് തെറ്റാന്നല്ല പറഞ്ഞേ, എന്നാലും അതൊക്കെ ഒരു തഞ്ചത്തിൽ നിന്ന് വേണ്ടായിരുന്നോ ചെയ്യാൻ, ഇതിപ്പോൾ പരസ്യമായിട്ടല്ലേ മോൾ അവളെ ഉന്തിയിട്ടത്, എങ്ങനെയെങ്കിലും ആരും കാണാതെ ഉന്തി വീഴ്ത്തിയായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഹയും മഞ്ജുവും കൂടി അമ്പലത്തിൽ ചെല്ലേക്കാണ് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ലേഹയും മഞ്ജുവും ഭഗവാന്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് ഒരേ രീതി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഏടത്തിക്കും കുഞ്ഞിനും ഒരാപത്തും വരലേന്ന് മഞ്ജു പ്രാർത്ഥിക്കുമ്പോൾ മഹിക്കും കുഞ്ഞിനും ഒരപകടം വരാതെ ഞങ്ങൾക്ക് തന്നെ ഭഗവാനെന്ന് പറഞ്ഞ് ലേഹയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദിവ്യായ അമ്മ അവിടെ മറഞ്ഞു നിന്ന് ഇവരുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരാ, അതുകൊണ്ട് തന്നെ ആ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും ഭഗവാൻ വരുത്തില്ല എന്ന്. അങ്ങനെ ഈ ലേഹയും മഞ്ജുവും കൂടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരുമേനിയുടെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ നടത്താൻ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അന്നേരം തിരുമേനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മക്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തിരുമേനി
ഏടത്തി ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണു. ഇപ്പോൾ ഏടത്തി ICUവിലാണ്. എത്രയും പെട്ടെന്ന് ഏടത്തിയുടെ ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ്. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതിരിക്കാനാണ് ഞങ്ങളിപ്പോൾ വഴിപാട് കഴിക്കാൻ വന്നേന്ന്. അന്നേരം തിരുമേനി പറയുന്നുണ്ട്, ആ മോൾക്ക് ഒരാപത്തും വരാൻ സാധ്യതയില്ല, അത്രയ്ക്കും ദൈവാധീനമുള്ള കുട്ടി അത്. എന്തായാലും ഞാൻ എല്ലാ വഴിപാടുകളും നടത്തിയേക്കാം, പിന്നെ എൻ്റെ വക പ്രത്യേക ഒരു പ്രാർത്ഥനയും നടത്തിയേക്കാമെന്ന്. എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവും ലേഖയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ലേഖയോട് പറയുന്നുണ്ട്, എന്തായാലും ആ കരുണയുടെ മനസ്സിൽ ഇത്രയ്ക്കും ക്രൂരത ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ മുത്തശ്ശിയുടെ അതേ സ്വഭാവം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളുടെ അമ്മ എത്ര നല്ല സ്വഭാവമുള്ള ആളാണ്, അവളുടെ അമ്മയുടെ ഒരു ഗുണം പോലും അവൾക്ക് കിട്ടിയിട്ടില്ല. അത് മുഴുവൻ കിട്ടിയേക്കുന്നത് മഹിക്ക. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അവളും ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവല്ലേ. ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഉണ്ണി അവളെ ഭാര്യയായിട്ട് വയ്ക്കാനും സാധ്യതയില്ല. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, ഏടത്തി എന്താ പറയണേന്ന് ചോദിക്കുമ്പം, അത് നീ അറിഞ്ഞില്ലേ, നിങ്ങളുടെ അച്ഛൻ മരിച്ചില്ലേ? ഞങ്ങളുടെ അച്ഛൻ മരിച്ചു, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അത് ഏതോ ഒരു ലോറി ഡ്രൈവർ അച്ഛൻ്റെ ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയതാണ്. ആ ലോറി ഡ്രൈവർ വേറെ ആരുമല്ല, കരുണയുടെ അച്ഛനിലെ പ്രതാപനാണ്. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, നേരാണോ എടുത്തി പറയണേന്ന് ചോദിക്കുമ്പോൾ, അതെ സത്യം ഞാൻ പറയണത്, ഞങ്ങളിത് അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. മഞ്ജു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം, പിന്നെ കണ്ണേട്ടനെ അറിയാതെ അതുകൊണ്ടല്ലേ കണ്ണേട്ടൻ മഹിയോട് പിണങ്ങിയെന്ന്. അതിന് കണ്ണേട്ടൻ എന്തിനാ എടുത്തിയോട് പിണങ്ങണേന്ന് ചോദിക്കുമ്പോൾ, അന്ന് ആ ലോറിയിൽ മഹി ഉണ്ടായിരുന്നു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് എടുത്തി? വർഷങ്ങൾക്ക് മുമ്പല്ലേ അത് സംഭവിച്ചത്, അന്ന് ഏടത്തി തീരെ ചെറുതായിരിക്കൂലേ, പിന്നെ എന്തിനാ ഏടത്തിയോട് പിണങ്ങണേന്ന് ചോദിക്കുമ്പോൾ, അത് മഹി ഈ കണ്ണേട്ടനോട് ഇത്രയും നാൾ മറച്ചു വെച്ചെന്നും പറഞ്ഞാൽ കണ്ണേട്ടൻ പിണങ്ങിയത്. പിന്നീട് കണ്ണേട്ടന് സത്യങ്ങളെല്ലാം ബോധ്യമായി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ അമ്മാവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് മഹിയുടെ ഇന്ന് പൈസ വാങ്ങാനൊക്കെ നോക്കി. അപ്പോഴേ ഞങ്ങൾക്ക് അമ്മാവനെ സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പം കണ്ണേട്ടൻ അതെല്ലാം കണ്ടെത്തി. അമ്മാവൻ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ പ്രതാപൻ നിങ്ങളുടെ അച്ഛനെ കൊന്നേന്ന്. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ലേഖേച്ചി എന്തൊക്കെയാണ് ഈ പറയണേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞതെല്ലാം സത്യം, വിശ്വസിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കുവാന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ടാണോ അയാൾ ഞങ്ങളുടെ കൂടെ കൂടി ഏട്ടനെയും ഏടത്തെയും കൊല്ലണമെന്നും പറഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം, നിലവിൽ അവരിത് അറിഞ്ഞിട്ടില്ല. എന്തായാലും നാളത്തെ പത്രം ഇറങ്ങുമ്പോൾ തന്നെ അവരെല്ലാവരും സത്യങ്ങൾ അറിയും. പത്രത്തിലും TV-യിലൊക്കെ ന്യൂസ് വരും, ഈ പ്രതാപനും വാമദേവനും ചേർന്നാൽ നിങ്ങളുടെ അച്ഛനെ കൊന്നേന്നുള്ളത്. അതോടുകൂടി കരുണയുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കരുണയെ വീട്ടിലോട്ട് കയറ്റൂല. എന്തായാലും ഇപ്പോഴെങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞത് നന്നായി. എടുത്തി എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇനി പ്രതാപനെങ്ങാനും ആയിരിക്കുമോ എൻ്റെ അച്ഛനെ കൊന്നേന്ന്. എന്തായാലും ആ സംശയം തീർന്നല്ലോ. ഇനിയിപ്പോൾ ആ പ്രതാപനെയും വാമദേവനെയും ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ പൂട്ടണ എടുത്തിന്ന് പറയുമ്പോൾ, ആ കാര്യത്തിൽ നീ സംശയിക്കുകയൊന്നും വേണ്ട. എന്തായാലും കോടതിയിൽ കണ്ണേട്ടന് വേണ്ടി ഹാജരാകാൻ പോകുന്നത് അനന്തുവേട്ടനാ. അവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കൂലെന്ന്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മോഹിനിയും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് മഞ്ജു ലേഹ്യം വന്നിട്ട് മഞ്ജു ലേഹ്യം പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് വരിക, ഏടത്തിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കാതിരിക്കാനെന്ന് പറയുമ്പം, അതേതായാലും നന്നായി മക്കളെ. എന്തായാലും തിയേറ്ററിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പം, ആരും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല, ഒരു വിവരം അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് 1-2 നേഴ്സുമാർ പുറത്തേക്ക് ഇറങ്ങി വെപ്രാളത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് ഇവർക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. മോഹിനി അങ്ങനെ ലേഖയോടും മഞ്ജുവിനോടും പറയുന്നുണ്ട്, അവരുടെ ഓട്ടം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണമല്ലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവും എല്ലാവരും ആ നഴ്സുമാരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മഹിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എലിസബത്ത് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടറെ, മഹിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മഹാലക്ഷ്മിയുടെ ബോഡി ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ മാർഗ്ഗമില്ല, എന്തായാലും പ്രസവം നടക്കുമെന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പം വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാമെന്നും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ പോയി കഴിഞ്ഞതും നമ്മളുടെ തോമസ് ഡോക്ടർ വരുന്നുണ്ട്. തോമസ് ഡോക്ടർ വന്നതും കണ്ണനാണെങ്കിൽ, തോമസ് സാറ് മഹിയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, മഹിയുടെ കാര്യത്തിൽ അവർക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ പുറത്തെടുക്കാനാ എലിസബത്ത് നോക്കണേ, നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുക, ടെൻഷനാവുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് കണ്ണനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ മഞ്ജു ഈ കരുണയെ ഇങ്ങനെ ഇരുന്ന് പ്രാഗിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവളെ ഒരിക്കലും ഗതി പിടിക്കില്ല, അവൾ നശിച്ചു പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇതേ സമയം നമ്മളുടെ മാർക്കോ വിവരം അറിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലാണ്. അന്നേരം ദിവ്യായ അമ്മയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ മാർക്കോ, ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു, അതുമാത്രമല്ല കണ്ണൻ മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മോൻ
മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസവം കുറച്ച് കടുപ്പായിരിക്കുമെന്ന്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. നീയും കുറേ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോന്നും പറഞ്ഞു മാർക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ദിവ്യയായ അമ്മ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ എന്നും പറഞ്ഞ്. ഇതേസമയം മാർക്കോയാണെങ്കിലും മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ കണ്ണൻ സാറിന് തിരിച്ചു കൊടുക്കണേന്നും പറഞ്ഞ്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മീനെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ അബോധാവസ്ഥയിലായ രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇപ്പം നമ്മളൊരു സർജറി ചെയ്താൽ ഈ കുട്ടി അത് റിക്കവർ ചെയ്ത് വരുമെന്ന് തോന്നണില്ല. എന്തായാലും പ്രസവം നടക്കുമെന്ന് നമുക്ക് നോക്കാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന്. ആ സമയത്ത് എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ തന്നെ രക്ഷിച്ചെടുക്കാനാണ് ഞാൻ നോക്കണേ. ഇനിയിപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയുടെ ജീവനൊരാപത്തും സംഭവിക്കരുത്. അമ്മേനെയെങ്കിലും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണമെന്ന്. ആ സമയത്ത് മറ്റേ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, എന്തായാലും അമ്മേനെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ തന്നെ നമുക്ക് നോക്കാം, പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും അമ്മയുടെ ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. അന്നേരം ഈ എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇവർ അത്രയ്ക്കും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. എന്തായാലും ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ സന്തോഷങ്ങൾ വന്നേ ഉള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഈ കുട്ടിക്ക് സംഭവിച്ചത്. എന്തായാലും നമുക്ക് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നോക്കാം അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും ഉണ്ണീനെയാണ്. ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എടാ നീ കരണമോളെ കാണാൻ പോയിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവൾക്ക് ഭയങ്കര അഹങ്കാരം അമ്മേ. കുറച്ച് ദിവസം അവളൊന്ന് ഒതുങ്ങിയതായിരുന്നു. ഇപ്പോൾ അവൾ പറയണത് അവളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത പിഷ്കനായ എൻ്റെ കൂടെ അവൾ വന്നില്ല എന്ന് തന്നെയാണ്. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. എടാ മോനെ അവളും കൂടി വന്നില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോടാ, പ്രതാപന് ഒത്തിരി സ്വത്തുണ്ട്, അതൊക്കെ നിനക്ക് കിട്ടണമെങ്കിൽ അവൾ നിൻ്റെ കൂടെ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, അവളെപ്പോലെയുള്ള ഒരുത്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചിട്ട് എന്ത് കാണിക്കാനാ, ഇപ്പോൾ തന്നെ അവളുടെ അച്ഛൻ ജയിലിലായി, എന്നിട്ടും അവൾക്ക് സ്വത്തുണ്ടെന്നുള്ള അഹങ്കാരം അവൾ അവളുടെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ആക്ഷേപിച്ചാൽ ഇങ്ങോട്ട് വിട്ടേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് കരുണമോളുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അതൊന്നും നീ കണക്കിലെടുക്കാൻ നിൽക്കണ്ട, നീ മോളെ വിളിച്ചുകൊണ്ട് വാ. അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അതിന് മോളെയും കൂടി വിളിച്ചുകൊണ്ട് വരാൻ കണ്ണേട്ടന് ഇവിടെ കയറ്റാൻ സമ്മതിക്കോ, ആ മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കരുണയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ണേട്ടൻ തന്നെ ഉണ്ടാകും, അവൻ എന്ത് തീരുമാനം ഉണ്ടാക്കാനാന്ന് ചോദിക്കുമ്പം അമ്മ എന്താ വിചാരിച്ചേക്കണേ, അയാളുടെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, അയാൾ കേസ് കൊടുക്കും. ഇപ്പോൾ കരുണയുടെ അച്ഛനും നമ്മുടെ അമ്മാവനും ആ ലോക്കപ്പിൽ കിടക്കണം, നാളെ കരുണയും ലോക്കപ്പിൽ കിടക്കേണ്ട വരുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും കരുണമോൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നിയില്ലോ, അവളെ തള്ളിയിട്ടതൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അതൊക്കെ ഒരു തന്ത്രത്തിൽ വേണ്ടേ ചെയ്യാൻ, ഇത് ഇവള് പരസ്യമായിട്ട് തന്നെ മഹാലക്ഷ്മിയെ ഉന്തി വിട്ടതുകൊണ്ടല്ലേ പ്രശ്നമായെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ ജയിലിലായാലും ലോക്കപ്പിലായാലും ഒന്നും എനിക്ക് വിഷയമല്ല, അവൾ അത്രയ്ക്ക് അഹങ്കാരിയാണ്, അവളെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണതിനെക്കുറിച്ച് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും അവൾക്ക് അവളുടെ വഴി എനിക്ക് എൻ്റെ വഴിയെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയും കരുണേനെയും തന്നെയാണ്. പ്രതാപൻ്റെ അമ്മ കരുണയോട് ചോദിക്കുന്നുണ്ട് മോളെ ആ മഹാലക്ഷ്മിയുടെ വിവരം വല്ലതും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ അറിയാനാ മുത്തശ്ശി, അല്ല നീ ആ മോഹിനിനെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുന്നു. അന്നേരം കരുണ പറയുന്നുണ്ട് അവരെ വിളിച്ച് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ മോളെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് അവരെന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കണേ, അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് ചോദിക്കുകയൊന്നുമില്ല, മോളെ നീ എന്തായാലും പ്രാർത്ഥിച്ചോ അവൾക്കും കുഞ്ഞിനും ഒന്നും വരാതിരിക്കുക, അവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോളും ജയിലിലേക്ക് പോകേണ്ടി വരും, പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും മോളെ, ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ജീവിക്കണേന്ന് ചോദിച്ച് പ്രതാപൻ്റെ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മോഹിനിയും എല്ലാവരും ഭയങ്കര ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തോമസ് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് കണ്ണ നീ ഇങ്ങനെ ടെൻഷനാവല്ലേ, മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കില്ല, ഇതിനു മുമ്പ് പല സമയത്തും മഹാലക്ഷ്മിക്ക് ആപത്ത് സംഭവിച്ചപ്പം ഭഗവാൻ ഇറങ്ങി വന്ന് രക്ഷിക്കണ പോലെ ആരെങ്കിലുമൊക്കെ വന്ന് രക്ഷിച്ചിട്ടില്ലേ, ഇതും അതുപോലെ തന്നെ ആരെങ്കിലും രക്ഷയ്ക്ക് എത്തുമെന്ന്. ഇതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി അബോധാവസ്ഥയിലാണെങ്കിലും ആ ദിവ്യയായ അമ്മ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്ന് നിൽക്കണതായിട്ട് മഹാലക്ഷ്മി കാണുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയെ ആ അമ്മ മൊത്തത്തിൽ നോക്കിയിട്ട് മഹാലക്ഷ്മിയുടെ തല മുതൽ പെരുവിരൽ വരെ ഇങ്ങനെ തലോടി വിടുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരോ നഴ്സുമാരൊന്നും അത് കാണുന്നില്ല, ഈ മഹാലക്ഷ്മിക്ക് മാത്രമേ അത് കാണാൻ പറ്റണുള്ളൂ. എന്നിട്ട് മഹാലക്ഷ്മിയോട് ആ അമ്മ പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൾക്കും മോളുടെ ഉണ്ണിക്കും ഒരാപത്തും വരില്ല, ഭഗവാൻ കൂടെ ഉണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മിയുടെ വയറിനകത്ത് ഒരു വെളിച്ചം പോലെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർമാർക്കൊന്നും അത് മനസ്സിലാവണില്ല. പെട്ടെന്ന് തന്നെ എലിസബത്ത് ഡോക്ടർ മഹാലക്ഷ്മിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടി നോർമലായിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത്
കുഞ്ഞിനെ വെളിയിലെടുക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ സർജറിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇതേസമയം പുറത്തേക്ക് വന്ന ആ ദിവ്യായ അമ്മ കണ്ണനെയും മഞ്ജുവിനെയും ലേഖേനെയും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ സങ്കടത്തിനൊക്കെ ഭഗവാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആ മോൾക്കും ആ മോളുടെ ഉണ്ണിക്കും ഒരു കുഴപ്പവും വരില്ല, നിങ്ങൾ സമാധാനമായിട്ടിരുന്നോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ അമ്മയെ കണ്ണനോ ആരും കാണണമൊന്നുമില്ല. പിന്നീട് ഒരു സിസ്റ്റർ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ കണ്ണൻ ചെന്നിട്ട് എങ്ങനെയുണ്ട് സിസ്റ്ററെ, മഹിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം പേടിക്കാനൊന്നുമില്ല, ആ കുട്ടിയുടെ ബോഡി നോർമലായിട്ടുണ്ട്, ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുക, അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ പറ്റും. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മയെയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് കിട്ടില്ല സിസ്റ്ററെ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഭഗവാൻ കൈവിടില്ല എന്ന് പറഞ്ഞ് ആ സിസ്റ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മുടെ വാമദേവനെയും പ്രതാപനെയും SI വീണ്ടും ലോക്കപ്പിലേക്ക് കാണാൻ വരാണ്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട് തൻ്റെ മോളില്ലേ ആ കരുണയില്ലാത്ത കരുണ, അവൾ ആ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് ഉന്തി താഴെ വിട്ടില്ലേ, അത് താനും തൻ്റെ അമ്മയും പറഞ്ഞു കൊടുത്തിട്ടല്ലേ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഇല്ല സാറേ, ഞങ്ങളൊന്നും അറിഞ്ഞതുപോലും അല്ല, ഞങ്ങൾ മോളോട് പറഞ്ഞതാ അവിടുത്തെ ജോലിയൊക്കെ ഇടിപ്പിക്കുമെന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ എടുത്തുചാട്ടത്തിനൊന്നും നിൽക്കരുതെന്ന് ഞങ്ങളോട് പറയാതെ മോൾ ആ ഒരു കടുങ്കൈ ചെയ്തേന്ന്. അന്നേരം SI പറയുന്നുണ്ട് മോളത് ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മഹാലക്ഷ്മിയുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ലോക്കപ്പിൽ കിടക്കാൻ പോണത് തൻ്റെ മോളായിരിക്കുമെന്ന്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയതാ സാറേ, അവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ, അതൊന്ന് പുറത്തു കൊടുക്കണം എന്ന് പറയുമ്പം അതിന് പൊറുക്കാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ. 8 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടീനെ തൻ്റെ മോള് തള്ളി താഴെ ഇട്ടേക്കണത്. ഇപ്പോഴാണെങ്കിൽ ആ പെൺകുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജിലുമാണ്. ഇപ്പോൾ അവരുടെ സർജറി നടന്നുകൊണ്ടിരിക്കുക. സർജറി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുമോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പോലീസ് തൻ്റെ വീട്ടിലെത്തും. പിന്നെ താൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ടിരുന്ന തൻ്റെ മോളില്ലേ കരുണ, അവൾ ഈ ലോക്കപ്പിൽ വന്ന് എടുക്കും. അപ്പോൾ അച്ഛനും അമ്മാവനും കൂട്ടിനായിട്ട് മോളും ഉണ്ടാകുന്നു. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് സാറേ വേറൊരു മാർഗ്ഗമില്ലേ എന്ന് വയ്ക്കുമ്പോൾ വേറൊരു മാർഗ്ഗമില്ല, ഇപ്പം തന്നെ കണ്ണൻ കംപ്ലൈൻറ്റ് തരാത്തതുകൊണ്ടാണ്, കംപ്ലൈൻറ്റ് തന്നിരുന്നെങ്കിൽ തൻ്റെ മകളിപ്പോൾ ഈ ലോക്കപ്പിൽ ഉണ്ടായേനെന്ന്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും തനിക്ക് നാളെ ജാമ്യം കിട്ടിയാലും താൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ മാർക്കോ നന്നായിട്ട് കൈകാര്യം ചെയ്യും. മാർക്കോ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണ്ട, അതിലും നല്ലത് നിങ്ങൾ ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് പോണത് തന്നെയാണ്. ആ സമയത്ത് പ്രതാപനും വാമദേവനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് SI പോയി കഴിഞ്ഞത് വാമദേവൻ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി നിൻ്റെ ആ കുരുത്തം കെട്ട മോളാടാ, അവളോട് ഞാൻ പറഞ്ഞതാ അവിടുത്തെ പണികൾ കുറച്ച് എടുക്കണം എന്നല്ലേ ഉള്ളൂ, കുറച്ചൊന്ന് സഹിച്ച് നിൽക്കാൻ. അപ്പോൾ അവൾക്കത് പറ്റൂല. അത് മാത്രമാണോ നിൻ്റെ മോള് വെറും ദുഷ്ടപിശാച, അവൾ എന്നോട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതെന്തിനാ തന്നോട് പൈസ ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ആ കൊട്ടേഷൻ തന്നേന്നുള്ള കാര്യം മഹാലക്ഷ്മിക്കോ കണ്ണനൊന്നും അറിയില്ലല്ലോ, അത് അവരോട് പറഞ്ഞു കൊടുക്കും പൈസ തന്നില്ലെങ്കിൽ എന്നും പറഞ്ഞ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പൈസ കൊടുക്കാമെന്ന് ഏറ്റായിരുന്നതാ. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഈ ഒരു ചതി ചെയ്തത്, ഇല്ലെങ്കിൽ കണ്ണൻ ഇത് ഇത്ര പ്രശ്നമാക്കുമൊന്നുമില്ലായിരുന്നു. കണ്ണൻ അറിഞ്ഞിട്ടും കണ്ണൻ മിണ്ടാതിരുന്നതാ. മഹാലക്ഷ്മിയെ തള്ളി താഴെ ഇട്ടതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ കേസ് കൊടുത്ത് നമ്മളെ ലോക്കപ്പിലാക്കിയെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അത് വാമദേവൻ പറഞ്ഞത് നേരാടാ, എന്തായാലും മോൾക്കൊരബദ്ധം പറ്റിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മോഹിനിയും ലേഹയും എല്ലാവരും പുറത്ത് നിന്ന് ഭയങ്കര പ്രാർത്ഥനയിലാണ്, ഭഗവാനെ ഒന്നും വരുത്തല്ലേ എന്നും പറഞ്ഞ്. ആ സമയത്ത് അകത്ത് മഹാലക്ഷ്മിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ആ ദിവ്യായ അമ്മയും മാർക്കോയും മുടങ്ങാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കല്ലേ എന്നും പറഞ്ഞ്. അതേ സമയത്ത് തന്നെ നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒന്നും വരുത്താതെ തിരിച്ച് തന്നേക്കണ കർത്താവേന്നും പറഞ്ഞ്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ ആകെ ടെൻഷനിൽ തന്നെയാണ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുക്കുന്നുണ്ട്. കുഞ്ഞിനെ പുറത്തെടുത്തതും ആശ്വാസത്തോടു കൂടി എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ വിവരം ഇപ്പം തന്നെ കണ്ണനോടൊക്കെ പറയട്ടെ എന്നും പറഞ്ഞ് എലിസബത്ത് ഡോക്ടർ കോട്ടൊക്കെ ഊരിയിട്ടിട്ട് കണ്ണനോട് പറയാനായിട്ട് വരുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ അനന്തുവിനോട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോടാ അനന്തു, എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അന്നേ നീയും ലേഹയും പറഞ്ഞതാ മഹിയെ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകണ്ട അവിടെ തന്നെ നിർത്താൻ, പക്ഷേ എനിക്ക് അന്നേരം അങ്ങനെയൊന്നും തോന്നിയില്ലാടാ, എന്നാലും എൻ്റെ മഹിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണിപ്പെറുക്കി നിൽക്കുന്ന സമയത്ത്
എന്ത് പറയുന്നുണ്ട്, ഇനി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, എന്തായാലും മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ ആരും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭഗവാൻ മഹിയുടെ ഒപ്പം നിന്നോളൂന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എലിസബത്ത് ഡോക്ടർ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടതും കണ്ണനും അനന്തും എല്ലാവരും ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഇവരുടെ വരവ് കണ്ടതും ഡോക്ടറാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പം കണ്ണനും അനന്തും എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ട്, എന്തായി ഡോക്ടർ, മഹിക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മൾ ഭയന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, രണ്ടുപേരും സുരക്ഷിതരാ, ഞങ്ങൾ ഭയന്നായിരുന്നേ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായെന്ന് ഡോക്ടർ പറയുമ്പം കണ്ണനും അനന്തും ലേഹ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എന്ത് കുട്ടിയാണ്? ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കണ്ണന് ആൺകുട്ടിയോ പെൺകുട്ടിയോ വേണ്ടതെന്ന് ചോദിക്കുമ്പം, എനിക്ക് ഏത് കുട്ടിയായാലും കുഴപ്പമില്ല ഡോക്ടറെ, കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് ഈ എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്നാൽ കണ്ണൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കണ്ണന് ഒരു പെൺകുട്ടിയാണ് ജനിച്ചേക്കണേന്ന്. അത് കേട്ടത് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.